ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ബാനറിന്റെ പ്രോപ്പർ ഒരു ആർട്ടിസ്റ്റ് ആണ്. ഇനി എല്ലാ മൂവികളിലും അല്ലേ, ഭൂരിഭാഗം മൂവികളിലും ധ്യാൻ ഉണ്ടാവും എന്നുള്ളത് ശിലു ചേച്ചി പറയേണ്ടതാണ്. ഇനി അങ്ങോട്ട് ഞങ്ങൾ സിനിമ ചെയ്യുമോ എന്നുള്ളത് ഇതോടുകൂടി തീരുമാനിക്കും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കാശില്ല ബ്രോ, പാപ്പരായി. ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഹോട്ടൽ വൈറ്റിലി ആരുടെയാണ്? ഇതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടാ? ഇതല്ല, ഇതിന് മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഹോട്ടലുകൾ ഇങ്ങനത്തെ ആറെണ്ണമുണ്ട്. അത് നമുക്കറിയാവുന്നത്. ഇപ്പൊ രണ്ടെണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. അതൊക്കെ പണയം വെച്ചേക്കുക. സംവിധാനം ചെയ്ത പടം ബാഹുബലിയാട്ടാ. ഒരൊറ്റ പടത്തിന് വേണ്ടി, ഈ പടത്തിന് വേണ്ടി ഇതിന് മുന്നേ പൊട്ടിയ കുണ്ടുകളെല്ലാം അത് വെച്ചിട്ടായിരുന്നു. പൊന്നു വെച്ച് തള്ളി എന്നല്ലേ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. കണ്ടാലും പറയുമല്ലോ, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീരത്നമാണെന്നുള്ളത്. എന്റെ പൊന്നോ, എന്തൊരു ഉഗ്രൻ തറവാട്ട് മഹിമയാണെന്ന് പറഞ്ഞു വരികയായിരുന്നു. ഒരുപാടുണ്ടല്ലോ. എന്റെ സ്കിൻ, എന്റെ ഫേസ്, ആന്റി ബാധ്യ. നിങ്ങൾക്കൊക്കെ ഈ പുറമെ ഇങ്ങനെ ഈ പട്ടുസാരിയെ കൊടുത്ത് ഇങ്ങനെ മുല്ലപ്പൊക്കെ വെച്ച് നമുക്കല്ലേ അറിയത്തുള്ളൂ കഞ്ഞി കുടിച്ച് കിടക്കുന്ന എങ്ങനെയാണോ. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ, ബഹുമാനിക്കാൻ ശീലിക്കും. ഉള്ളത് മൊത്തം സിനിമയെ കൊണ്ട് ഇറക്കി, അത് മൊത്തം പോയി. ഒന്ന് പൊട്ടുമ്പോ അടുത്തേൽ രക്ഷപ്പെടാന്ന് കരുതി, പക്ഷെ എല്ലാം പൊട്ടി. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. നമ്മുടെ എല്ലാ സിനിമ 15 സിനിമ, ഇതിപ്പോ 15ാമത്തെ സിനിമയാണ് നമ്മൾ ഇറക്കാനായിട്ട് പോകുന്നത്. അതെല്ലാം പടക്കമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഈ ഇന്റർവ്യൂലാണ് ഇത്രയും കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്നത്. അതെന്താണെന്നറിയോ? അതെന്താ? അത് ഉത്തരം പറ. അത് എന്താണേലും എല്ലാം പോയി. ഇതിപ്പോ ഞാന് മനസ്സോടെ അങ്ങ് വന്ന് കളയാനായിട്ട് വന്നിരിക്കുക. അപ്പൊ ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട. എന്റെ ഹസ്ബൻഡ് പറയടി, നീ ഒന്നും നോക്കണ്ട, എന്നാണെങ്കിലും പോയി. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ഇതുകൂടെ അങ്ങ് വിട്ടേക്കാന്ന്. എന്റെ കുടുംബം വിൽക്കണം, എന്നിട്ട് എനിക്ക് അന്തസ്സായിട്ട് തെണ്ടി നടക്കണം. പിടിക്കൂ, എനിക്ക് തെണ്ടണം. പക്ഷെ ഞാനേ അഭിനയിക്കാൻ വേണ്ടി ഞാൻ ഇനിയും പണയം വെക്കും. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ഇനി ഒരു 3-4 ഹോട്ടലൂടെ പണയം വെക്കാനുണ്ട്, അത് പണയം വെച്ചിട്ട് ഞാൻ. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി. അപ്പൊ ശരി.